കോഴിക്കോട് ബീച്ചിലിത് കുറേ ദിവസങ്ങളായി മാലിന്യ പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴിതാ മലിനജലം പരന്നൊഴുകുന്നു എന്നാണ് പരാതി. വിവിധയിടങ്ങളിൽ നിന്ന് ബീച്ചിലെത്തുന്നവർ ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നാടോടി ബാലിക കഴിഞ്ഞ ദിവസം കളിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ബീച്ചിലെ കാഴ്ചകൾ മനോഹരമാണെങ്കിലും അതിന്റെ പകിട്ട് ഇല്ലാതാക്കുന്നതാണ് ഈ മലിനജല പ്രശ്നം. ചരിത്രമുറങ്ങുന്ന കോഴിക്കോടൻ കടപ്പുറം പറയാൻ കഥകളേറെയുണ്ട്. ദിവസവും 10,000-കണക്കിന് ആളുകളാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുന്നത്. ആദ്യം മനോഹരമായ ചില കാഴ്ചകളിലേക്ക്. കോഴിക്കോട് കടപ്പുറത്തിൻ്റെ മനോഹരമായ ഒരു മുഖമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ അതല്ല, മറ്റൊരു മുഖം കൂടി കോഴിക്കോട് കടപ്പുറത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഒരു പിഞ്ചു ബാലിക ഈ മലിനജലത്തിൽ കളിക്കുന്നതാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ഹോട്ടലുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലമാണ് കോഴിക്കോട് കടപ്പുറത്ത് പരന്നൊഴുകുന്നത്. ദിവസവും കടപ്പുറത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ഈ വെള്ളം ചവിട്ടി വേണം ഇവിടെ സമയം ചിലവഴിക്കാൻ. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് ഇവിടെ വരുന്നത്. ഇത് സംബന്ധമായിട്ട് കുറേ കുട്ടികൾ ഇതിൽ കളിക്കുന്നുണ്ട്, അവർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇതെന്താ ഇവിടെ ബീച്ച് നവീകരണം എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ തന്നെയാണ് തന്നെ. ഞാൻ അധികാരികളോ ആരും കുറ്റം പറയുന്നില്ല, ഈ ജനങ്ങളാണ്, പ്രതികരിക്കാത്ത ജനങ്ങളാണ് കുറ്റം പറയേണ്ടത്. എന്താ വെച്ചാൽ ഇത്രയും രോഗാണുക്കളുള്ള ഈ വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനേക ദേശത്തു നിന്ന് ആളുകൾ വരുന്നതാണ്. പല ടൂറിസ്റ്റ് വരുന്ന മേഖലയാണിത്. ഇതിനെന്തെങ്കിലും ഒരു പദ്ധതി സർക്കാർ കാണണം. എന്താണെന്നറിയോ, അത്രയും വേസ്റ്റ് വെള്ളമാണ് ഇത് വരുന്നത്. നമ്മളെ കോഴിക്കോട് ബീച്ചിന്റെ സ്വപ്നപതി ഇതാക്കിയിട്ട് ഇത്രയും വൃത്തിയിട്ട വെള്ളം പോകാണ്ടിട്ട് ആൾക്കാർക്ക് മണത്തിൽ നിൽക്കാൻ കഴിയില്ല പറയണത്. ഇപ്പൊ വരുന്ന ആൾക്കാർ നമ്മളെ കോഴിക്കോട് ബീച്ചിലെ പുച്ഛിക്കാണ്. ഇപ്പോ ദുർഗന്ധമുണ്ട്, നല്ല ദുർഗന്ധമുണ്ട്. അതിങ്ങനെ കെട്ടിക്കിടക്കാണ് അവിടെ. അത് ഒന്ന് പോകാനുള്ള ഒരു വഴി ഒന്ന് JCB കൊണ്ടുവരുമോ, അങ്ങോട്ടേക്ക് ഒരു ഓവ് കീറുവോ ഒന്നും ചെയ്യുന്നില്ല. രൂക്ഷമായ ദുർഗന്ധമാണ് ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും. കോഴിക്കോട് കോർപ്പറേഷന്റെ മൂക്കിന് താഴെയാണ് ഇതെല്ലാം നടക്കുന്നത്. മലിനജലം ഒഴുക്കിവിടുന്നവരെ ഉടനടി കണ്ടെത്തി നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ.